നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചക്കവട ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചക്കയെല്ലാം അരിഞ്ഞ് കുരുകുരാ വെച്ചു. അതിൽ മിക്സിയുടെ ജാറിലിട്ടെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഇടാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില വേണം, ഇഞ്ചിയും വേണം. അതെല്ലാം എടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചക്കമാവിനകത്തേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്ത് കടലമാവ് ചേർത്താൽ നല്ലതായിരുന്നു. അപ്പോൾ കടലമാവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലേശം അരിപ്പൊടിയും മൈദാമാവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ മാവിനകത്ത് കുഴയ്ക്കത്തക്ക രീതിയിൽ പൊടികൾ ചേർക്കാവും, വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ ഇങ്ങനെ വെച്ചെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടു. പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളക് കുരുകുര അരിഞ്ഞതും മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈവെള്ളയിൽ എണ്ണ തേച്ചുകൊണ്ട് ബോൾ പിടിച്ച് പരത്തി എണ്ണയിലേക്ക് ഇട്ട് അങ്ങനെ എല്ലാം ഒന്ന് വറുത്ത് കോരിയെല്ലാം എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ചക്കക്കുരു എടുത്ത് നമുക്ക് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിനകത്തിട്ട് നന്നായി വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞു. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടു. പിന്നെ നമ്മൾ പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു, വാനിലയുടെ എസൻസ് കൂടി ഒഴിച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നമ്മുടെ ഷേക്ക് നല്ല സൂപ്പറാണ്. നിങ്ങൾ ചക്കക്കുരു വെച്ച് ഷേക്ക് അടിച്ച് നോക്കണം, അടിപൊളിയാണ്. അപ്പം നമ്മളിതൊന്ന് കഴിച്ച് നോക്കി. അപ്പോൾ ചക്കയുടെ വടയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ചക്കയുടെ സീസണാണ്, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.